നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് കോടതി വിധി പറയും. വിചാരണ പൂർത്തിയാക്കി കേസ് വിധി പറയാനായി മാറ്റിവെച്ചു. ബിനിൽ വിവരങ്ങൾ. രതീഷ്, ഏതാണ്ട് 7 വർഷം നീണ്ട വിചാരണ നടപടിക്കൊടുവിൽ നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വിധി പ്രസ്താവം വരാൻ പോകുന്നു. ഡിസംബർ 8-ലേക്കാണ് കേസ് മാറ്റിയിരിക്കുന്നത്. ഡിസംബർ 8-ന് കേസിന്റെ ജഡ്ജ്മെന്റ്, അതായത് വിധി പ്രസ്താവം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാകുന്നത്. ഇന്ന് കേസ് കോടതി പരിഗണിച്ചു. പ്രോസിക്യൂഷനോട് ചില സംശയങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്ന് പ്രോസിക്യൂഷൻ നൽകി. അതിനുശേഷമാണ് ആ കേസിൽ വിധി പറയാൻ പോകുന്നു എന്ന കാര്യം കോടതി വ്യക്തമാക്കിയത്. ഡിസംബർ 8-നായിരിക്കും ആ നിർണായകമായ വിധി പ്രസ്താവം വരാൻ പോകുന്നത്. ആ കോടതി നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. കോടതി ഇന്ന് കേസ് ഇന്നത്തെ നടപടിയോടുകൂടി അതിൻ്റെ എല്ലാ തരത്തിലുള്ള വിചാരണ നടപടികളെല്ലാം തന്നെ പൂർത്തിയായി. അതായത് വിസ്താരവും ക്രോസ് വിസ്താരവും ഒക്കെ തന്നെ മാസങ്ങളും നീണ്ടുനിന്ന നടപടിക്രമങ്ങളാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നിരുന്നത്. അതിനുശേഷം ഈ കേസിലെ ക്രോസ് വിസ്താരങ്ങൾക്ക് ശേഷം കോടതി പല കാര്യങ്ങളിലും പ്രോസിക്യൂഷനോട് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ സംശയങ്ങൾക്കുള്ള മറുപടികൾ അതാത് സമയങ്ങളിൽ പ്രോസിക്യൂഷൻ നൽകിയിരുന്നു. ഇന്നും അത് സംബന്ധിച്ച ചില കാര്യങ്ങളിൽ വ്യക്തത തേടിയിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ കോടതി ഏറ്റവും നിർണായകമായ അന്തിമ തീരുമാനത്തിലേക്ക് വരാൻ പോകുന്നു. ഡിസംബർ 8-ലേക്കാണ് അത് വച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2017 മുതൽ ഇങ്ങോട്ട് കേരളത്തിലേറെ ചർച്ച ചെയ്തിട്ടുള്ള കേസാണ് നടിയെ ആക്രമിച്ച കേസ്. സിനിമാ രംഗത്തെ വളരെ പ്രമുഖയായ ഒരു നായിക നടി തട്ടിക്കൊണ്ടുപോയി അവരെ ആക്രമിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അത് സമൂഹ തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്ന ഒരു കേസാണ്. സുപ്രീം കോടതിയിലേക്ക് പലവട്ടം പോയി വന്ന ഒരു കേസാണ്. ഇതിൻ്റെ 2ാം ഘട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായി ദിലീപ് അറസ്റ്റിലാകുന്നതോടുകൂടിയാണ് ഈ കേസിൻ്റെ ചിത്രം തന്നെ മാറുന്നതും. ദിലീപ് 8ാം പ്രതിയായാണ് ഈ കേസിൽ വിചാരണ നടപടികൾ നേരിട്ടിരിക്കുന്നത്. ദിലീപിൻ്റെ ഭാവി എന്ത് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഡിസംബർ 8-ാം തീയതി വരാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേസിലെ 1ാം പ്രതിയായ പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് എന്നതാണ് പ്രോസിക്യൂഷന്റെ കേസ്. അതായത് ഈ നടിയോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം മൂലം നടിയെ ആക്രമിച്ച് അവരുടെ ദൃശ്യങ്ങൾ പകർത്തുക എന്ന നിർദ്ദേശം പൾസർ സുനിക്ക് നൽകുകയും പൾസർ സുനി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടിയെ തട്ടിക്കൊണ്ടുപോയി അവരെ വാഹനത്തിനുള്ളിൽ വെച്ച് ആ ദൃശ്യങ്ങൾ പകർത്തി എന്നതാണ് കേസ്. അതിൽ മെമ്മറി കാർഡിൻ്റെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് വലിയ കോലാഹലമായി മാറിയതാണ്. അത്തരത്തിൽ ഈ രാഷ്ട്രീയ രംഗത്തടക്കം വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസിലാണ് അന്തിമമായ വിധി പ്രസ്താവം വരാൻ പോകുന്നത്.